ഇന്നത്തെ അറിയിപ്പുകൾ. വിന്റർ ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ വർദ്ധിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ പ്രതിവാര സർവീസുകളുടെ എണ്ണം 732 ഉയരും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ 22% കൂടും. പ്രതിവാര എയർ ട്രാഫിക് മൂവ്മെന്റുകൾ 732 ഉയരും. നിലവിലെ സമ്മർ ഷെഡ്യൂളുകളിൽ ഇത് 600 ആയിരുന്നു. ഒക്ടോബർ 26 മുതൽ 2026 മാർച്ച് 28 വരെയുള്ള വിന്റർ ഷെഡ്യൂൾ കാലയളവിലാണ് സർവീസുകൾ വർദ്ധിക്കുന്നത്. നവി മുംബൈ, ബംഗളൂരു, ട്രിച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടി ഉടൻ പുതിയ സർവീസുകൾ തുടങ്ങും. കണ്ണൂർ, കൊച്ചി, ബംഗളൂരു, ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിലേക്ക് സർവീസുകളുടെ എണ്ണം കൂടും. വിദേശ നഗരങ്ങളായ ദമാം, റിയാദ്, കുവൈറ്റ്, ക്വാലാലംപൂർ, മാലിദ്വീപ് എന്നിവിടങ്ങളിലേക്കും സർവീസുകൾ വർദ്ധിക്കും. ഓഗസ്റ്റ് മാസത്തിൽ 2.25 ലക്ഷം രാജ്യാന്തര യാത്രക്കാരാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. 14 വിദേശ നഗരങ്ങളിലേക്ക് 1404 സർവീസുകളാണ് ഓഗസ്റ്റിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഹിന്ദി വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഒക്ടോബർ 28 രാവിലെ 10 ഇന്റർവ്യൂ. UGC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ബയോഡാറ്റ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അസൽ രേഖകൾ സഹിതം ഹാജരാകണം. പ്രധാന വാർത്തകൾ വീണ്ടും. 47ാമത് ആസിയാൻ ഉച്ചകോടിക്ക് തുടക്കം. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം സ്ഥിരതയുടെയും വികസനത്തിന്റെയും നെടും തൂണെന്ന് പ്രധാനമന്ത്രി. ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിലെത്തി. ചൈന US വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന് സ്കോട്ട് ബെസന്റ്. റെക്കോർഡിനരികെ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം. സ്വർണ്ണ ശേഖരം 880.18 മെട്രിക് ടണ്ണായി. അദാനി ഗ്രൂപ്പിലെ വമ്പൻ നിക്ഷേപങ്ങൾ US-ലെ ആഗോള ഇൻഷുറൻസ് കമ്പനികളുടേതെന്ന് റിപ്പോർട്ട്. LIC ആണ് അദാനി ഗ്രൂപ്പിന്റെ പ്രധാന നിക്ഷേപകർ എന്ന വാർത്ത വിവാദമായിരുന്നു. കൊച്ചിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ചീനവലകൾ നാശത്തിന്റെ വക്കിൽ. 15ഓളം ചീനവലകൾ ഉണ്ടായിരുന്ന ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 8 ചീനവലകൾ മാത്രം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.